വേണ്ടപ്പെട്ടവർക്കെല്ലാം നാം ഓർക്കാതിരിക്കുന്നില്ല. നമുക്ക് തൗഹീദിന്റെ ശബ്ദം എത്തിച്ചു തന്നവർ, 100 കൊല്ലത്തിനിപ്പുറത്തായിട്ട് നാം തൗഹീദ് മനസ്സിലാക്കിയവർ, തൗഹീദിന്റെ ശബ്ദം ആരിൽ നിന്ന് കേട്ടോ അവർ പലരുണ്ടാകും. നമുക്ക് പരിചയമുള്ളവർ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മൗലവി മരിച്ചു, അദ്ദേഹത്തിന് അള്ളാഹു നല്ല കൂലി കൊടുക്കട്ടെ. പിന്നെ ജീവിച്ചിരിക്കുന്നവർ ഒരുപാട് ആൾക്കാർ, ഹനീഫ മൗലവി, അതേപോലെ തന്നെ അനസ് മൗലവി, സക്കരിയ സലാഹി, അതേപോലെ തന്നെ ഹുസൈൻ സലഫി, അതേപോലെ തന്നെ ബാലുശ്ശേരി. തീർച്ചയായിട്ടും നാം അവരെ മറക്കുന്നില്ല. അവരെ വായിൽ നിന്ന് വന്ന ശബ്ദമാണ് നമ്മുടെ തൗഹീദിന്റെ അടിത്തറ. അവരെന്താണ്, വ്യക്തി എന്താണെന്നും നമ്മെ സംബന്ധിച്ചുള്ള വിഷയമല്ല. നമുക്ക് ആ ഖജനാവിൽ നിന്ന് കിട്ടിയ ആ വലിയ സമ്പത്തിന്റെ കാരണക്കാരിവരാണ്. അല്ലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. അതേപോലെ തന്നെ സുബൈർ മങ്കട, ഫൈസൽ മുസ്ലിയാർ, ഇവരിന്നെല്ലാം ഒരുപാട് ഇൽമ കിട്ടിയിട്ടുണ്ട്. 10 കൊല്ലത്തിനിപ്പുറത്ത് ഇവരിന്നെല്ലാം കിട്ടിയ ഇൽമ്. അതേപോലെ തന്നെ അബ്ദുറൌഫ് നദിവി, ഞാൻ പേരെടുക്കുന്ന മനഃപൂർവ്വമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നവർ, അവരെ നാവിൽ നിന്ന് അവരെത്ര വലിയ ആലിമാണോ, അവർ വലിയ അതൊന്നും നമ്മളെ സംബന്ധിച്ചുള്ള വിഷയമല്ല. ഈ തൗഹീദിന്റെ പരിശുദ്ധമായ പ്രകാശമണി അവരെ നാവിൽ നിന്ന് കിട്ടിയിട്ടാണ് നാം ഈ രാജപാതയിലേക്ക് എത്തിയത്. പിന്നെന്തായെന്ന് നമ്മൾക്ക് വിഷയമാക്കുന്നേ ഇല്ല. ഇവിടെ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നാം അള്ളാഹുവിനോട് ശുക്ർ പറയുകയാണ്. അല്ലാ, അവരെയൊക്കെ നീ പുറത്തു കൊടുക്കണം. അവരിൽ നിന്ന് വന്ന അപാകതകളൊക്കെ നീ മാപ്പാക്കി കൊടുക്കണം. തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കണം. ഒരു വേല ഒരുമിച്ചുകൂടി വീണ്ടും ഈ ജിഹാദി മൈതാനത്ത്, ഈ തൗഹീദി മൈതാനത്ത് പുതിയ നൂറ്റാണ്ടിന്റെ ഉമ്മത്തിനെ അഭിമുഖീകരിക്കാനുള്ള അവസരം നീ നിന്റെ ദർബാറിൽ നിന്നുണ്ടാക്കി തരണേ അല്ലാഹ്. അലാ വ ഇന്നല്ലാഹു സുബ്ഹാനഹു വ തആല അമറനാ വ അംറകും ബിസ്സലാത്തി അലാ നബിഹി അംറാ വഖാല മുഖ്ബിറൻ വ ആമിറാ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.